ഹലോ ഫ്രണ്ട്സ്, ചെപ്പനിയർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയോട് സച്ചി ഒന്ന് ചെറുതായിട്ട് പിണങ്ങാണ്. സച്ചിയല്ല, രേവതിയാണ് സച്ചിയോട് പിണങ്ങുന്നത്. അതിന് കാരണമുണ്ട് കേട്ടോ. സച്ചി വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അത് രേവതിക്ക് വല്ലാതെ ഫീൽ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്ര അതിനെ ഇളക്കി വലുതാക്കുകയാണ്. അങ്ങനെ രേവതിക്കും അതങ്ങ് ഫീൽ ചെയ്യുക. അങ്ങനെ സച്ചിയും രേവതിയും തമ്മിലൊരു ചെറിയ പിണക്കത്തിലേക്കൊക്കെ പോവാണ്. അത് കഴിയുമ്പോൾ രേവതിയെ കാണാതാവുകയൊക്കെ ചെയ്യുക. അങ്ങനെ കാണാതായതിനു ശേഷം രാത്രി രേവതി വീട്ടിൽ വന്ന് കയറുമ്പോഴേക്കും ചന്ദ്ര രേവതിയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്ര കർണത്തിൻ്റെ അടിക്കാൻ കയ്യൊങ്ങ് വരെ ചെയ്യുന്നുണ്ട് രേവതിയുടെ. അപ്പം സച്ചി ചന്ദ്രയെ അടക്കി നിർത്തിയിട്ട് രേവതിയെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ രേവതി എണീറ്റ് അടുക്കള ജോലികളൊക്കെ തീർക്കുക. അപ്പോൾ തന്നെ രവി അവിടെ ഇരിപ്പുണ്ട്. രവിക്കാണെങ്കിൽ കൊണ്ടുപോയി കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. രാവിലെ കഞ്ഞിയൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണ്. നല്ല ഒരുങ്ങി മുടിയൊക്കെ ഡൈ ചെയ്ത് പാൻറ് ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന രവിയെ കാണുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ, അച്ഛൻ ഇന്ന് അണിഞ്ഞൊരുങ്ങിയൊക്കെ ആണല്ലോ ഇരിക്കുന്നത്, എന്താ ഇത് കാര്യം? ഇതെന്താ രേവതി രാവിലെ ഇന്ന് അച്ഛന് കഞ്ഞി കൊടുത്തത് എന്ന് ചോദിക്കുക. രേവതി പറയണം, അച്ഛൻ കഞ്ഞി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് രാവിലെ ഞാൻ കഞ്ഞിയാക്കി കൊടുത്തത്. ദോശ ഉണ്ടാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞതാ, അപ്പോൾ അച്ഛന് ദോശ വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി, അതെ, എന്താ അച്ഛൻ ഇന്ന് കഞ്ഞി രാവിലെ കുടിച്ചിട്ട് എവിടെ പോവാ, എവിടെയോ പോകുന്ന ഒരു മട്ടുണ്ടല്ലോ എന്ന് പറയണം. എനിക്കൊരു ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഇത്ര രാവിലെ പോകുമ്പോൾ കഞ്ഞി കുടിച്ചിട്ട് പോകണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവളോട് കഞ്ഞി എടുത്ത് തരാൻ പറഞ്ഞത് എന്ന് പറയാം. ഓഹോ, അച്ഛനിന്ന് ഒരു ചെറുപ്പക്കാരനെ പോലെയാണല്ലോ പോകുന്നത്, അച്ഛനൊരു പെണ്ണ് ആലോചിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക സച്ചി. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അച്ഛൻ എങ്ങോട്ടാ അച്ഛാന്ന് ചോദിക്കുമ്പം, അത് എൻ്റെ ഒരു കൂട്ടുകാരനില്ലേ, അവൻ്റെ മകൻ്റെ കല്യാണമാണ്, അത് ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് സൊസൈറ്റിയിൽ നിന്ന്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒന്നിച്ചു പോകാനാണ് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, വളരെ നന്നായി അച്ഛാ, അച്ഛൻ ഇങ്ങനെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ അമ്മയെ പേടിച്ചിങ്ങനെ ഇരിക്കാതെ പുറത്തൊക്കെ ഇറങ്ങി അടിച്ച് പൊളിച്ചിട്ടൊക്കെ വാ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുങ്ങി രവി വരുന്ന കാണുമ്പം നമ്മുടെ ചന്ദ്രയെ ചോദിക്കുക, നിങ്ങളിത് എങ്ങോട്ടാ എന്ന് ചോദിക്കുക. എടി ചന്ദ്രയെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് പോവാണെന്ന് പറയാം. ആഹാ, കല്യാണത്തിന് പോവാണോ? എന്നിട്ട് നിങ്ങൾ എന്നെ എന്താ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ, അവിടുന്ന് സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്, അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകാത്തതെന്ന് പറയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന, രാത്രിയാകുമ്പോൾ മഴയെ വരുവോളൂ എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുക, രാത്രിയാവുമോ നിങ്ങൾ വരാൻ? അതെന്താ രാത്രി വരെ? അപ്പോഴേക്കും സച്ചി പറയാം, അതെന്താ അച്ഛന് പുറത്തിറങ്ങാൻ മേലേ, അച്ഛൻ പോയിട്ട് രാത്രിയായിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഇന്ന് വരണ്ട അച്ഛാ, അച്ഛനും കൂട്ടുകാരും എല്ലാവരും കൂടെ പോയി അടിച്ച് പൊളിക്കുക, അവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് ഇന്ന് രാത്രി അവിടെ തങ്ങി അടിച്ച് പൊളിച്ചിട്ട് നാളെ വന്നാൽ മതി, എപ്പോഴും ഈ വീടിൻ്റെ അകത്ത് തന്നെയല്ലേ അച്ഛൻ ഇരിക്കുന്നത്. ഇങ്ങനെ അമ്മയെ കണ്ടുകൊണ്ട് ഇപ്പം കണ്ട അച്ഛന് എത്ര വയസ്സ് കുറവ് തോന്നുമെന്നറിയാവോ? അച്ഛൻ്റെ പകുതി പ്രായം പോലും തോന്നത്തില്ല. ഇപ്പം വേണേ അച്ഛനും കല്യാണം കഴിക്കാം, ഒരു പെണ്ണ് ആലോചിക്കട്ടെ എന്ന് പറയാണ്. ആഹാ, നീ അച്ഛന് പെണ്ണാലോചിക്കാൻ പോവാണോ എന്ന് രവി ചോദിക്കുക. ആലോചിച്ചാൽ കിട്ടുവച്ചാ, അച്ഛന് സ്വാതന്ത്ര്യം അറിയണ്ടേ, അച്ഛന് സന്തോഷിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇപ്പം നിൻ്റെ അച്ഛന് പെണ്ണാലോചിക്കാൻ പോവാണോടാന്ന് ചോദിക്കുക. അയ്യോയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, എന്നാലും അച്ഛൻ അങ്ങനെ ഒന്ന് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം ഒന്ന് ആഗ്രഹിച്ചാൽ അത് നടന്നാൽ നല്ല കാര്യമല്ലേ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, മതി നീ പറഞ്ഞതൊക്കെ, എനിക്ക് നീ പെണ്ണൊന്നും ആലോചിക്കണ്ട, ഞാൻ എന്നാൽ പോയിട്ട് വരാം, വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ രവി. അങ്ങനെ രവി പോയി കഴിയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം സച്ചിയുടെ ഒരു ഫ്രണ്ട് വരികയാണ്. അത് കഴിയുമ്പോഴേക്കും സച്ചിയുടെ ഫ്രണ്ട് വന്നു കഴിയുമ്പം ഫ്രണ്ടിന് ചായ കൊണ്ട് കൊടുക്കാൻ പറയുക രേവതിയോട്. അപ്പോൾ രേവതി കൊണ്ടുവന്ന് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് കല്യാണം പിടിക്കുക. അപ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട് സച്ചി, ആഹാ, നിൻ്റെ കല്യാണം ആയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കല്യാണം അല്ല, എൻ്റെ ചേട്ടൻ്റെ കല്യാണമെന്ന് പറയാം. അപ്പോൾ സച്ചി, നിൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു ചോദിക്കുക. പിന്നെ എൻ്റെ ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ രേവതി ചായ കൊണ്ടുവന്ന് പറയാം. അപ്പോൾ രേവതി ചായ കൊണ്ടുവന്ന് കൂട്ടുകാരന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ചന്ദ്രയും ശ്രുതിയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഉടനെ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, ഇതാരാ, നിൻ്റെ കല്യാണം കഴിഞ്ഞു? പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു, അതൊക്കെ ഒരു മഹാസംഭവമായിരുന്നു, ഇവിടെ വേറൊരുത്തൻ ഒപ്പിച്ചു വെച്ച പണി കാരണം ദേ ഇവളെൻ്റെ തലയിലായി. എന്തായാലും നിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ചിലപ്പോൾ നിൻ്റെ കല്യാണവും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുക, അതെന്താ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് എൻ്റെ കല്യാണം നടക്കുന്നത്? ഇവിടെ അങ്ങനെയല്ലേ നടന്നത്, നിൻ്റെ ചേട്ടൻ ആ പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ ആ പെണ്ണിനെ നിൻ്റെ തലയിൽ കെട്ടി
വെച്ച് തരും. അതോടുകൂടി നിന്റെ ജീവിതം തീർന്നു. അവിടെ തീരും നിന്റെ ജീവിതം, സന്തോഷവും എല്ലാം തീരും എന്ന് പറയാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഒരു വിഷമാവും കേട്ടോ. രേവതിയെ സച്ചിയുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തത് കൊണ്ടാണല്ലോ സച്ചിയുടെ ജീവിതം തീർന്നെന്നും അതോടെ സന്തോഷമെല്ലാം തീർന്നെന്നും ഒക്കെ പറയുന്നതാണോ എന്ന് വെച്ച് രേവതിക്ക് അങ്ങ് വിഷമം തോന്നി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇതങ്ങ് കേട്ടിട്ട് സന്തോഷമാവുക. അപ്പോൾ ചന്ദ്ര അവിടെ ഇരുന്ന് പറയാ ശ്രുതിയോടും അവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രുതി പറയാ, അവൻ എന്നെ ആക്കി പറഞ്ഞതാ, അവൻ ഇതുവരെ അത് നിർത്താറായിട്ടില്ല, എല്ലാ കാര്യങ്ങളും എന്നെ കളിയാക്കിക്കൊണ്ട് അവൻ പറയുന്നേ. അപ്പോൾ ഉടനെ തന്നെ ഉറക്കെ ചന്ദ്ര പറയുക കേട്ടോ രേവതി കേൾക്കാൻ വേണ്ടിയിട്ട്, അവൻ നിന്നെ കളിയാക്കി പറഞ്ഞൊന്നും അല്ലടാ, ഇവളെ കളിയാക്കി പറഞ്ഞതാ. ഇവൾ അവൻ്റെ തലയിൽ കയറിയ പിന്നെ അവന് മനസ്സമാധാനം ഉണ്ടായിട്ടില്ലെന്നാ അവൻ പറഞ്ഞത്. ഇപ്പം മനസ്സിലായില്ലേ അവൻ്റെ മനസ്സിലിരിപ്പ്? അതുപോലെ തന്നെ വിവാഹ വാർഷികം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, എന്തെല്ലാം ആഘോഷങ്ങളായിരുന്നു, എന്നെ പിടിച്ചു നിർത്തി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യിച്ചത്. എന്നിട്ടിപ്പം കണ്ടില്ലേ അവൻ്റെ മനസ്സിലിരിപ്പ്? 1 വർഷം കഴിഞ്ഞിട്ടും ഇവൾ അവൻ്റെ തലയിലായെന്ന് അവൻ പറയുന്നത്. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവൻ പറഞ്ഞതാ അത്, അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ വർത്തമാനം പറയുമോ എന്നൊക്കെ ഇങ്ങനെ രേവതിയെ കേൾപ്പിച്ച് പറയാം. അപ്പോൾ രേവതിക്ക് അങ്ങൊരു വിഷമമൊക്കെ ആകാൻ കേട്ടോ. സച്ചി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേയില്ല. സച്ചിയുടെ വിടുവായിത്തരമൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ ഇരിക്കുക. അതേസമയം രേവതിക്ക് നല്ല ദേഷ്യം വരികയാണ്. രേവതി അടുക്കളയിലേക്ക് ചെല്ലുക. അടുക്കളയിൽ ചെന്നിങ്ങനെ നിന്നിട്ട് ആലോചിക്കുകയാണ് കേട്ടോ, ഇത് ചിലപ്പോൾ സത്യമാണോ? സച്ചിയേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? എപ്പോഴും അങ്ങനെ കളിയും തമാശയൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊക്കെ എപ്പോഴും ഓരോന്ന് പറയും. ഇപ്പം അമ്മ പറഞ്ഞത് തന്നെ ശരിയാണെന്നാണ് തോന്നുന്നത്. സച്ചിയേട്ടൻ്റെ തലയിൽ ഞാൻ ആയിപ്പോയിന്ന്, ഒരു ഭാരമാണെന്ന്, അത് ശ്രുതി കാരണം അങ്ങനെ സംഭവിച്ചത് കൊണ്ട് നടന്നതാണെന്ന്, ഇതിലൊക്കെ എന്തെങ്കിലും കാര്യം കാണും, ഇതിലെന്തെങ്കിലും കാര്യം കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നിങ്ങനെ വിചാരിക്കണം. അപ്പോൾ സച്ചി അടുക്കളയിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് ചോദിക്കുക, രേവതി എന്തെടുക്കുക നീ എന്ന് ചോദിക്കുക. ഒന്നുമില്ല, ഒരു കാര്യമില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഉടനെ സച്ചി പറയാം, എനിക്കിപ്പം ഓട്ടമുണ്ട്, ഓട്ടത്തിന് പോകണം, അതുകൊണ്ട് കഴിക്കാൻ എന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പം കഴിക്കാൻ ഇവിടെ ഒന്നുമില്ലെന്ന് പറയാം. അപ്പോൾ ദോശ ഉണ്ടാക്കിയില്ലേന്ന് ചോദിക്കുക. വേണമെങ്കിൽ ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ കഞ്ഞി ഇതാന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കഞ്ഞി ഇവിടെ ഇല്ല, കഞ്ഞി ഞാൻ അച്ഛന് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എന്ന് പറയാം. ഭയങ്കര ഗൗരവത്തിലാണ് രേവതി പറയുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുക, എന്നാൽ ദോശ ഉണ്ടാക്ക്, ദോശയ്ക്ക് മാവുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നിയതാ. അപ്പോൾ പിന്നെ നീ നേരത്തെ ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതോ? അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പം മാവില്ല, അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് പറയാം. എന്നാൽ നീ കാപ്പി എങ്ങനെ ഇതാ, കാപ്പി ഞാൻ തിളപ്പിച്ചിട്ടില്ല എന്നിങ്ങനെ ആകെ മൊത്തം ഭയങ്കര ഗൗരവത്തിൽ നിന്ന് രേവതി പറയാം. അപ്പോൾ സച്ചി നോക്കി, ഇതെന്താ പറ്റിയ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, അല്ല ഇങ്ങനെയൊന്നും അല്ലല്ലോ, നീ എന്താ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയാം, അതെ നിങ്ങൾ അവിടെ ഇന്ന് പറഞ്ഞതെന്താ, അമ്മ പറഞ്ഞതൊക്കെ സത്യം തന്നെയാന്ന് പറയാം. അമ്മയെ നിൻ്റെ ഇടയിൽ എന്ത് പറഞ്ഞു? അമ്മ നിന്നോട് എന്താ പറഞ്ഞത്? അവർ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണോ എപ്പോഴും എന്ന് ചോദിക്കുക സച്ചി. അവർ പറഞ്ഞതിനല്ല, സച്ചിയുടെ കൂട്ടുകാരനോട് പറഞ്ഞത് എന്താ 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 ഞാൻ പറഞ്ഞത്, എന്താ പറഞ്ഞതെന്ന് പോലും ഞാൻ ഓർക്കത്തില്ലല്ലോ എന്ന് സച്ചി പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങൾ പറയുന്നൊന്നും പിന്നെ ഓർക്കുകയല്ലോ, അത് മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ തലയിൽ വന്ന് വീണതുകൊണ്ട് നിങ്ങൾക്കതൊരു ഭാരമായെന്നും നിങ്ങളുടെ ജീവിതം അതോടുകൂടി തീർന്നൊക്കെ അവിടെ വിളിച്ച് പറയുന്നത് കേട്ടല്ലോ, അത് സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറയാം. അപ്പം സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു രേവതി, ഞാനത് വെറുതെ പറഞ്ഞതല്ലേ, നീ അതൊക്കെ കാര്യമാക്കി എടുത്തോ? ഒരു തമാശയ്ക്ക് ഒരു കാര്യം പറയുമ്പം നീ അത് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാം, എല്ലാം അങ്ങനെ തമാശയായിട്ട് എടുക്കാനൊന്നും പറ്റില്ല, ഇത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു, ഇതിൽ കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ രേവതി അങ്ങോട്ട് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര വരെ രേവതി കാപ്പി എടുത്തോളാൻ പറയാണ്. അപ്പോൾ ചന്ദ്രയോട് രേവതി പറയാം, ഞാൻ കാപ്പിയൊന്നും വെച്ചിട്ടില്ല എന്ന് പറയും. അതെന്താ നീ കാപ്പി വെക്കാഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയില്ലേ, ഇപ്പോൾ അവർക്കൊക്കെ പോകാറാകുമല്ലോ എന്ന് ചോദിക്കുമ്പം രേവതി പറയാം, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത്രയേ ഉള്ളൂ, എനിക്കിന്നൊന്നും ഉണ്ടാക്കാനും പറ്റില്ല എന്ന് പറയാം. അതെന്താ നീ ഇപ്പം അങ്ങനെ പറയുന്നേ? അപ്പോൾ സച്ചി ഇങ്ങനെ വായും വിളിച്ച് നിൽക്കുക. അപ്പോഴേക്ക് ശ്രുതിയും കൂടെ വരികയാണേ. വന്നിട്ട് അവിടെ വന്നിരിക്കുക. രേവതി ശ്രുതി പറയാം, രേവതി എനിക്ക് ചായ എടുത്തോ, ദോശ എടുത്തോ കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാം, ഇവിടെ ദോശയില്ല, ഒന്നുമില്ല, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ട് കരയാൻ തുടങ്ങും. ശ്രുതി പറയാം, ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയില്ലേ, എനിക്കിന്നൊരു ക്ലൈൻറ്റ് മീറ്റിംഗ് ഉള്ളതാ, എനിക്ക് കസ്റ്റമേഴ്സിനെ കാണണം, ക്ലയൻസിനെ കാണണം, എല്ലാവരെയും കാണണം, മീറ്റിംഗ് ഉള്ളതാ, അവിടെ പോയി സംസാരിക്കണം, അവരെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ബുദ്ധിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഞാൻ ഒന്നും കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? ഇനി പുറത്ത് പോയി കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലല്ലോ, ഇങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് നേരത്തെ പറയണ്ടായിരുന്നു എന്ന് പറയാണ്.
അപ്പം ശ്രുതിയും പറയാ ശരിയാ, രേവതി ഉണ്ടാക്കാത്തതേ പ്രശ്നമില്ല, എന്നാൽ അതൊന്ന് നേരത്തെ പറയാമായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങി പുറത്തുനിന്ന് കഴിച്ചാനല്ലോ, ഇതെന്താ ഇപ്പം ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അല്ലാത്തവരെ അടുക്കള കയറി വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോ, ഞാൻ എല്ലാവർക്കും അധികപ്പറ്റല്ലേ, ഇങ്ങനെയേ നടക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടോണ്ട് ശ്രീകാന്തും വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് ഇല്ലെന്ന് പറയാം. ചന്ദ്ര പറയാം, ഇല്ല ദേ അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, രാവിലെ അച്ഛന് കഞ്ഞി മാത്രം ഉണ്ടാക്കി കൊടുത്തു, പിന്നെ ദേ അവളൊന്നും ചെയ്യുന്നില്ല, അവൾക്ക് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എന്തോ ഇടങ്ങാറായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്, അത് വേണ്ട ചേച്ചി വിടുന്നു, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, എന്നാൽ ശരിയെന്നും പറഞ്ഞ് ശ്രീകാന്ത് പോവുക. ശ്രുതിയും പുറത്തുനിന്ന് കഴിച്ചോളാം എന്നും പറഞ്ഞ് അവരും പോവാണ്. അപ്പോഴേക്കും നമ്മുടെ വർഷ വന്നിട്ട് പറയണം, ആ ശരി, എനിക്ക് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി, എന്തായാലും സാരില്ല, സുഖമില്ലെങ്കിൽ രേവതി ചേച്ചി റെസ്റ്റ് എടുത്തോ, ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തോളാം, അമ്മയ്ക്കും കൂടി ഓർഡർ ചെയ്തോളാം കേട്ടോ എന്ന് ചന്ദ്രയോട് പറയാണ്. അങ്ങനെ വർഷയും അകത്തേക്ക് കയറി പോവാണ്. അതൊക്കെ കഴിഞ്ഞ് രേവതി ഒന്നും ചെയ്യാതെ അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. രേവതിയുടെ മനസ്സ് കറിച്ച് സച്ചി പറഞ്ഞ കാര്യങ്ങളാണ്. സച്ചിയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും രേവതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സച്ചിയാണെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പം അവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടിയാണ് കേട്ടോ ആ ഹോട്ടലിൽ നടത്തുന്നത്. അപ്പോൾ അവർ രണ്ടുപേരൂടെ ഭയങ്കര സ്നേഹത്തോടെ ഫുഡൊക്കെ വിളമ്പി കഴിയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നല്ല രുചിയുണ്ട്, നല്ല ഭക്ഷണമാണ്, രേവതി ഉണ്ടാക്കുന്ന പോലെയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയാണ്, അതെ, ഭാര്യമാരെ സ്നേഹിക്കണം, അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം സച്ചിക്ക് ഭയങ്കര ഇതായിട്ട് സച്ചി പറയുക, പാഴ്സലായിട്ടും കൂടെ രേവതിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ സച്ചി രേവതിയെ വരുമ്പോൾ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാനും പിണക്കം മാറ്റാനും ഒക്കെ ആയിട്ട് വരികയാണ്. അതേസമയം നമ്മുടെ ചന്ദ്രയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ചന്ദ്ര വീട്ടിലുണ്ട്, അതുപോലെ വർഷയുണ്ട്. ചന്ദ്ര എന്തെങ്കിലും ചെയ്തിട്ടൊന്നും നടക്കില്ലല്ലോ. അതിനൊക്കെ ശേഷമാണ് വൈകുന്നേരം ആകുമ്പോൾ സച്ചി കയറി വരുവാണ്. രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ കയറി വരുമ്പോഴേക്കും രേവതി എന്ന് വിളിച്ചിട്ട് വരിക. അപ്പോൾ രേവതി അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഉടനെ ചന്ദ്ര പറയുന്നുണ്ട്, അവൾ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, അവളെങ്ങാണ്ടൂടെ എല്ലാം കറങ്ങി നടക്കുകയാണ് എന്ന് പറയാം. അപ്പം ഉടനെ സച്ചി പറയുന്നുണ്ട്, അവളുടെ വണ്ടി താഴെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയാം. ഓ, വണ്ടി താഴെ ഇരിപ്പുണ്ടോ, നിനക്ക് ഫോൺ എടുത്ത് വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നു, ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല, അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ രവിയും ചോദിക്കുന്നുണ്ട്, അവളെവിടെ പോയി, രാവിലെ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നതാണല്ലോ, എന്നിട്ട് അവളെന്ത്, ഓ, നിങ്ങൾക്ക് അന്നേരം രാവിലെ കഞ്ഞി ഉണ്ടാക്കി തന്നതേ ഉള്ളൂ, പിന്നെ അവൾ അകത്ത് കയറി അടുക്കളയിൽ കയറി ഒരു സാധനം ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം ഈ ഞാൻ തന്നെ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്, അല്ലാതെ അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് രവി, അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം, രേവതി അങ്ങനെയൊന്നും ചെയ്യാത്തതാണല്ലോ എന്ന് പറയാം. സച്ചി, നീ ഒന്ന് അന്വേഷിക്കുക, വിളിക്കുന്നൊക്കെ പറയുക. അങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് സച്ചിയും അതുപോലെ തന്നെ രവിയും. രേവതിയെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല, അത്ര സമയമായിട്ട് രേവതിയാണെങ്കിൽ വരുന്നുമില്ല. സച്ചിക്ക് ആകെപ്പാടെ ടെൻഷനാവുക, കാരണം രാവിലെ ആണെങ്കിൽ അങ്ങനെ പിണങ്ങുകയും ചെയ്തു, എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. അപ്പോൾ ശ്രുതിയും വരുന്നുണ്ട്. അവർ വരുമ്പോഴും ചന്ദ്ര പറയുക, അഴിഞ്ഞാട്ടക്കാരി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, അവൾ എവിടെയോ ഇറങ്ങിപ്പോയി, എന്നിട്ട് ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുക, വണ്ടി താഴെയുണ്ടല്ലോ, വണ്ടിയിലല്ലായിരിക്കും, ഇന്ന് അവൾ നടന്നായിരിക്കും കറങ്ങാൻ പോയിരിക്കുന്നത്, എപ്പോൾ വേണേലും കയറി വന്നാൽ മതിയല്ലോ, കറങ്ങിയിട്ടൊക്കെ വരട്ടെ, ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി ഞെട്ടിപ്പോവാണ്, ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ കയറി ഉണ്ടാക്കാം, വാ എന്നും പറഞ്ഞ് ശ്രുതിയെ വിളിക്കുക. അങ്ങനെ ശ്രുതിയും ചന്ദ്രയും കൂടെ കയറി അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുക. ചന്ദ്രയല്ല, ശ്രുതിയൊക്കെ കേട്ടോ ഉണ്ടാക്കുന്നത്, ദോശയും സാമ്പാറും അതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ശ്രുതി. എന്നിട്ട് അവർ 3 പേരും കൂടി ഇരുന്നങ്ങ് കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ പറയുന്നുണ്ട്, നല്ല ഫുഡാണ് കേട്ടോ, നല്ല ഫുഡാണ്, അഴിഞ്ഞാട്ടക്കാരി ഇതുവരെ വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ രവി വന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, എടി നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇതുവരെ വന്നിട്ടില്ല രേവതി, എന്ത് പറ്റിയെന്ന് അറിയില്ല, നിങ്ങളിവിടെ ഇരുന്ന് കഴിക്കുന്ന കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു, അവൾ വരാത്തതില്ല, നിനക്കൊരു വിഷമവും ഇല്ലേ ചന്ദ്രയെന്ന് ചോദിക്കുക. ഓ, ഞാനെന്തിനു വിഷമിക്കാനാ, അവൾ എതിലേലും അഴിഞ്ഞാടിയിട്ട് ഇങ്ങോട്ട് വന്നോളും, നല്ല ഫുഡാണ്, ഇത് കഴിക്കട്ടെ, നമ്മുടെ ശ്രുതി ഉണ്ടാക്കിയതാന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, അച്ഛാ നല്ലതാണ് ശ്രുതി ഉണ്ടാക്കിയിരിക്കുന്ന തേങ്ങാ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പറയുക ശ്രുതി, അത് തേങ്ങാ ചമ്മന്തിയല്ല, പുതിന ചട്നിയാന്ന് പറയുക. പുതിന ചട്നിയോ, ഇങ്ങനെ ഈ വെള്ള കളറിലിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് പുതിന കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് മൈദ കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയുക. അപ്പോൾ ശ്രീകാന്ത് പറയുക, അയ്യോ, മൈദ ഇട്ട് ചട്നിയോ, അപ്പോൾ ഇത് പുതിന ചട്നി അല്ലല്ലോ, മൈദ ചട്നിയാണല്ലോ. അപ്പം ഉടനെ തന്നെ പറയാണ് കേട്ടോ, നിൻ്റെ പുതിന ചട്നി ഫ്ലോപ്പാണെങ്കിലും നിൻ്റെ രസം നന്നായിട്ടുണ്ടെന്ന് ശ്രുതി പറയുക. അപ്പോൾ ശ്രുതി പറയാ, ശ്രുതി രസമല്ലത്, സാമ്പാറാ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കേ, സാമ്പാറോ? അപ്പം ശ്രീകാന്തം പറയാം, സാമ്പാറിന് എന്താ ഇടത്തി
ഇത്രയും വെള്ളം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ആകട്ടെ, രസമോ സാമ്പാറോ എന്തെങ്കിലും ആകട്ടെ, എന്തായാലും കഴിച്ചാൽ പോരെ, നല്ല ദോശയും നന്നായിട്ട് നമുക്ക് കഴിക്കാം എന്നൊക്കെ പറയുമ്പം സച്ചിയും രവിയും അതിലിങ്ങനെ നമ്മുടെ രേവതിയെ കാണാഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചിങ്ങനെ നടക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, സച്ചി നീ ഒന്ന് പോയി അന്വേഷിക്കുക, അവളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കാൻ പറയുക. അപ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ അവിടെയും ചെന്നിട്ടില്ല. അപ്പോൾ ആകെ മൊത്തം ടെൻഷൻ ആവുകയാണ്. അവിടെയും ചെന്നിട്ടില്ല. പിന്നെ രേവതി എവിടെ പോയെന്ന് പറഞ്ഞിട്ട് സച്ചി പറയുകയാണ് രവിയോട്, അച്ഛാ ഞാനൊന്ന് ചെന്ന് അന്വേഷിക്കട്ടെ, മണി 9 ഇതുവരെ അവളെ കണ്ടില്ല, പുറത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങി അന്വേഷിച്ചിങ്ങനെ നടക്കുക കേട്ടോ. സച്ചിയും ഒരു കൂട്ടുകാരനും കൂടി ഇങ്ങനെ എല്ലാ പോക്കറ്റ് വഴികളിലും എല്ലാ കടകളിലും ഒക്കെ കയറി നോക്കുന്നുണ്ട് രേവതിയെ. പൂ കെട്ടാൻ പോകുന്നിടത്തും മാല വിൽക്കുന്ന സ്ഥലത്തും എല്ലാം പോയി നോക്കുക. എന്നിട്ടൊന്നും രേവതിയെ കാണുന്നില്ല. അപ്പോഴാണ് അവർ വിചാരിക്കുന്നത് കേട്ടോ, മറ്റേ ആ ഗുണ്ട അയാൾ ഇവളെ ഞാൻ തട്ടിക്കൊണ്ട് പോയോ, നേരത്തെ ഇങ്ങനെ പറഞ്ഞല്ലേ തട്ടിക്കൊണ്ട് പോകുന്നു, അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്തോന്നൊക്കെ ഓർത്ത് സച്ചി ആകെ മൊത്തം ഭ്രാന്ത് പിടിച്ച് രേവതിയോട് അങ്ങനെ പറയണ്ടായിരുന്നു. അവളുടെ മനസ്സ് വിഷമിച്ചിട്ട് അവൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ടാവും, എങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ആകെ വിഷമിച്ച് ഓടി നടക്കുക. അങ്ങനെ ആ ഗുണ്ടയുടെ വീട്ടിൽ ചെല്ലുക. അപ്പോൾ അവിടെയുള്ള ഗുണ്ടകളെല്ലാം കൂടെ തടയാണ്, അങ്ങോട്ട് കയറ്റുന്നില്ല. അപ്പോൾ സച്ചിൻ ഫ്രണ്ടോട് അവരെല്ലാം ഇടിച്ചിട്ട് അകത്ത് കയറുമ്പോൾ ഈ ഗുണ്ട ഇങ്ങനെ കൈയും കാലും എല്ലാം ഒടിഞ്ഞ് തളർന്ന് കിടക്കും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ രേവതിയൊന്നും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല, അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയേയില്ലെന്ന് പറയാം. അപ്പോൾ സച്ചിക്ക് പിന്നെയും വിഷമാവുക. സച്ചി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ രവി പറയുന്നുണ്ട്, മോനെ സച്ചി നീ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം അറിയിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ രേവതി എവിടെ പോയതെന്ന് അറിയില്ലല്ലോ, ഇത്രയും സമയമായിട്ട് കാണുന്നുമില്ല, ഫോൺ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല, ഇനി എന്താ ചെയ്യുക. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാണ്. അങ്ങനെ സച്ചിയും ഫ്രണ്ടും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക. ചെന്നിട്ട് പറയുന്നുണ്ട്, സാറേ എൻ്റെ ഭാര്യയെ കാണാനില്ല ഇത്രയും സമയമായിട്ട് എന്ന് പറയുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യ എപ്പോൾ പോയതാന്ന് ചോദിക്കുമ്പം ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് പോയതാ, ഈ സമയം ഇത്രയായിട്ടും കാണുന്നില്ലെന്ന് പറയുമ്പോൾ അവർ പറയാണ്, ആ ഇത്രയും സമയമല്ലേ ആയുള്ളൂ, നിൻ്റെ ഭാര്യ ആരുടെയും ഒക്കെ കൂടെ കറങ്ങാൻ പോയി കാണും, നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ സച്ചി പറയാം, വിളിച്ചു നോക്കിയിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് സാറേ ഒന്ന് അന്വേഷിക്കുക എന്ന് പറയാം. അവർ പറയുന്നുണ്ട്, ഒരു 24 മണിക്കൂറെങ്കിലും കഴിയട്ടെ എന്നിട്ട് അന്വേഷിക്കാം, അല്ലാതെ ഇപ്പോഴേ കിടന്ന് ഓടണ്ട, അവൾ എതിലേലും ഒക്കെ കറങ്ങിയിട്ട് തിരിച്ചു വരൂടാ എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. പോലീസുകാരുടെ വർത്തമാനം കേൾക്കുമ്പോൾ സച്ചി അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോരാനായിട്ട് പോരുവാണ് കേട്ടോ. അതേസമയം നമ്മുടെ രേവതി അവിടെ വീട്ടിൽ തിരിച്ചെത്തി സച്ചി ആകെ മൊത്തം വിഷമിച്ച് കരഞ്ഞ് രേവതിയെ നഷ്ടപ്പെട്ടെന്നോർത്ത് എല്ലാം തകർന്ന്. പാവ സച്ചിയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് കൂടി അങ്ങ് വിഷമം വരും, അത്രയ്ക്ക് വിഷമിച്ചാണ് വരുന്നത്. അപ്പോഴേക്കും രേവതി വീട്ടിൽ വന്നിട്ടുമുണ്ട്. വന്ന് കയറുമ്പോഴേ നമ്മുടെ രേവതിയെ സച്ചി ഇങ്ങനെ മുറിക്കകത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കുക, വിഷമിച്ച് നോക്കുന്ന സമയത്ത് രേവതി അവിടെ ജഗ്ഗിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന കാണുമ്പോൾ സച്ചിക്ക് തന്നെ അത്ഭുതം തോന്നുക. ദൈവമേ ഇവള് തിരിച്ചു വന്നോ എന്നുള്ള രീതിയിൽ അത്ഭുതം തോന്നിയിട്ട് ദേഷ്യം വരിക സച്ചിക്ക്. സച്ചി ചോദിക്കുക, നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രേവതി അതിന് മുമ്പ് ചോദിക്കുക, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു, ഈ സമയത്താണോ വീട്ടിൽ വന്ന് കയറുന്നത്, എന്ത് തോന്നിയാസാകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുക, ആഹാ ഇതിപ്പോൾ വാദി പ്രതിയായല്ലോ, നീ എവിടെ പോയതാ, നിന്നെ തേടി അലഞ്ഞ് ഞാൻ നടക്കുമായിരുന്നു, ഇത്ര സമയം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം രേവതി പറയാം, ഞാനൊരു വർക്ക് കിട്ടിയിട്ട് പോയതാന്ന് പറയാം. വർക്ക് കിട്ടിയിട്ട് പോയെങ്കിൽ നിനക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പറയാം, അത് ഞാൻ വർഷയോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയാം. അപ്പം നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ, രേവതി പോകാൻ പോകുമ്പോൾ വർഷയോട് പറയുന്നത്, അത് എവിടെയാണ് പോയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് എനിക്കൊരു പൂ കെട്ടുന്ന ഒരു കോള് കിട്ടി, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് പറഞ്ഞായിരുന്നു, ഒരു സ്ഥലത്ത് ഒരു മാല കെട്ടുണ്ട്, ഒരു ദിവസം ഉച്ച തൊട്ട് ജോലി ചെയ്താൽ ഒരു 10,000 രൂപ ഒപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് രേവതി കൂടി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പൈസ ഒന്നിച്ച് കയ്യിൽ കിട്ടുന്നതല്ലേ എന്നോർത്ത് ഞാൻ പോയതാ. അന്നത്തെ ദിവസം പൂ വിറ്റാൽ അത്രയൊന്നും കിട്ടുകയല്ല, അതിൽ കൂടുതൽ ഇത് ചെയ്താൽ കിട്ടുമല്ലോ എന്നോർത്തിട്ട് ഞാൻ പോയതാന്ന് പറയാം. എന്നാൽ നിനക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ എന്ന് ചോദിക്കുക സച്ചി. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാം, ഞാൻ പറയാൻ ചെന്നതാ. അപ്പോൾ അമ്മ കൂർക്കം വലിച്ചുറങ്ങുമായിരുന്നു. ആ സമയത്ത് അമ്മയെ വിളിച്ച് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും, അതുകൊണ്ട് അവിടെ പറഞ്ഞില്ല. പിന്നെ ഞാൻ വന്നപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ വർഷ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വർഷയോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയാണ്. നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ, വർഷ ഹെഡ്സെറ്റൊക്കെ കുത്തി തിരിച്ച് നിന്ന് ഫോണിലാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. രേവതി വന്ന് കാര്യം പറയുന്നൊക്കെ ഉണ്ടെങ്കിലും വർഷ രേവതിയെ കാണുന്നുമില്ല. രേവതി പറയുന്നോട്ട് വർഷ കേൾക്കുന്നുമില്ല. വർഷ ഫോണിലാണ് ആ ശരി ഓക്കെ എന്ന് പറയുന്നത്. അപ്പോൾ രേവതി തെറ്റിദ്ധരിക്കുന്നത് രേവതിയോടാണ് പറയുന്നതെന്നാണ്. അപ്പോൾ രേവതിയുടെ വിചാരം രേവതി വർഷയോട് പറഞ്ഞിട്ടാണ് പോയതെന്നാണ് കേട്ടോ. അതേസമയം വർഷ ഇത് അറിഞ്ഞിട്ടുമില്ല, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ വർഷയോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് നിൽക്കുകയാണ് രേവതി. അതേസമയം വർഷയാണെങ്കിൽ ഇത് അറിഞ്ഞിട്ടുമില്ല.
അങ്ങനെ നിൽക്കുമ്പോഴേക്കും സച്ചിക്ക് ആകെ അങ്ങ് വിഷമവും ദേഷ്യവും ഒക്കെ വരുമ്പം അവിടെയോട്ട് കയറി വന്നേച്ച് ചന്ദ്ര അവൾക്ക് തോന്നിയാസം നടന്നേച്ച് അവൾ വന്ന സമയം കണ്ടില്ലേ, എന്നിട്ട് ഇവിടെ ഒരു മനുഷ്യനോട് ഇത് പറയാതെ പോയത്. ഞാനിവിടെ ചത്ത് കിടക്കുമൊന്നും അല്ലായിരുന്നല്ലോ, നിനക്ക് എന്നോടൊന്ന് പറയായിരുന്നല്ലോ. വേണ്ട, നിന്റെ ഭർത്താവ് സച്ചി അവനോടൊന്ന് വിളിച്ച് പറയായിരുന്നു. തോന്നിയാസം നടന്നിട്ട് വന്നിരിക്കുന്നു അഹങ്കാരി എന്നും പറഞ്ഞു ഒരടിയൊക്കെ കൊടുക്കുക രേവതിക്കിട്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര. പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി അതിനെ ഏറ്റുപിടിച്ച് രേവതിക്ക് വീണ്ടും അടി കൊടുക്കുമെന്നാണ് നമ്മുടെ ചന്ദ്ര ഓർത്ത്. അതേസമയം സച്ചി ഇടയ്ക്ക് കയറിയിട്ട് പറയാ, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക, നിങ്ങൾ എന്തിനാ ഇപ്പം അവളെ തല്ലിയതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അവൾ കാണിച്ച തോന്നിയാസം നീ കണ്ടില്ലേ, നീ എന്തുമാത്രം ഓടിയാലും നീ കഷ്ടപ്പെട്ടു, ഇവക്കൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നല്ലോ. എന്ത് തോന്നിയാസം ഇവിടെ ആകാമെന്നാണോ വിചാരം? രാവിലെ തൊട്ട് ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കാതെ അവൾ അവളുടെ ഇഷ്ടത്തിന് നടന്നേച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് തുള്ളിച്ചാടിയ. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ദേ നിങ്ങളുടെ വർത്താനമൊക്കെ നിർത്ത്, ഇവിടുത്തെ പണി ചെയ്യാൻ വേലക്കാരിയൊന്നും അല്ല അവൾ ഒരു ആവശ്യത്തിന് പോയതാണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. ആ കാര്യം എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇനി നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. രേവതി നീ ഇങ്ങോട്ട് വാ, നിന്നെ കാണാതെ ഞാൻ എന്ത് വിഷമിച്ചെന്നറിയാവോ എന്നും പറഞ്ഞ് രേവതിയെ ചേർത്ത് നിർത്തി സച്ചി കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുകൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടുകൊണ്ട് നമ്മുടെ രവിയും ശ്രീകാന്തും അതുപോലെ സുധിയൊക്കെ അങ്ങോട്ട് മാറിപ്പോവാണ് കേട്ടോ. അങ്ങനെ രേവതിയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് താമസിച്ച് വന്നതിന് സച്ചി ഒരു വഴക്ക് പോലും രേവതിയെ പറയുന്നില്ല കേട്ടോ. രണ്ടുപേരൂടെ ഭയങ്കര സ്നേഹമായിട്ട് നിൽക്കുന്ന കണ്ട് അന്തം വിട്ട് കണ്ണുകളി ഒരു വഴക്കുണ്ടാക്കാനുള്ള സ്കോപ്പെല്ലാം കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.